ലോകത്ത് എത്ര മലകളുണ്ടോ അതിലൊന്നുപോലും തിരുവണ്ണാമല പോലെ ആകുന്നില്ല. ഇതൊരു സാധാരണ മലയല്ല. ഇത് തന്നെ ശിവൻ ഭഗവാന്റെ രൂപമാണെന്നാണ് വിശ്വസിക്കുന്നത്. ഇതൊരു പുണ്യസ്ഥലം മാത്രമായിട്ടും കണക്കാക്കാൻ പറ്റില്ല. ജീവിച്ചിരിക്കുന്ന ദൈവം പോലെ തന്നെയാണ് ഈ മല, തിരുവണ്ണാമല അരുണാചലേശ്വരർ. ഇവിടെ കയറുമ്പോൾ നമ്മൾക്ക് തോന്നും ഈ വായുവിലെല്ലാം ഒരു ചൂട് നിറഞ്ഞു നിൽക്കുന്നുണ്ടെന്ന്. പക്ഷേ ആ ചൂട് നമ്മുടെ ശരീരത്തെ കത്തിക്കുന്നതല്ല. ഈ കഴിഞ്ഞിടെ ഞാനൊരു വീഡിയോയിൽ ഒരാളുടെ വീഡിയോയിൽ കണ്ടു. അദ്ദേഹം തിരുവണ്ണാമലയ്ക്ക് വന്നപ്പോൾ പെട്ടെന്ന് ചൂട് മാതിരി അനുഭവപ്പെട്ടു. വയറ്റിനുള്ളിൽ നിന്ന് ഒരു വയറ്റിനുള്ളിലെല്ലാം ഒരു വല്ലാത്തൊരു വൈബ്രേഷൻ ഉണ്ടായി എന്നൊക്കെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അവിടെ ഒരു ബാധയുണ്ട്, ഒരു ആത്മാവുണ്ട് എന്നൊക്കെ. അതുകൊണ്ടാണ്, ഒരിക്കലും അല്ല. അങ്ങനെയൊന്നും തെറ്റിദ്ധരിച്ച് നിങ്ങൾ പറയുന്നതെല്ലാം കേട്ടിട്ടാരും വിശ്വസിക്കാൻ പാടില്ല. ഇവിടെയൊന്നും അങ്ങനെയുള്ള ഒരു ബാധയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആത്മാക്കളോ ഒന്നുമല്ല ഇവിടെയുള്ളത്. ഇതെല്ലാം വർഷങ്ങളായി ധ്യാനത്തിലിരുന്ന് ഭഗവാനോട് അലിഞ്ഞു ചേർന്ന സിദ്ധന്മാരുടെ ആത്മാവ് നിറഞ്ഞ ഒരു പ്രദേശമാണ് ഇവിടെ മൊത്തം ഉള്ളത്. നല്ല വൈബ്രേഷനുകളാണ്. ഒരു ബാധയോ ഉപദ്രവങ്ങളോ ഒന്നുമുള്ള സ്ഥലമല്ല തിരുവണ്ണാമല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടെ അത് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടറിഞ്ഞാൽ കൂടെ അതൊന്നും വിശ്വസിക്കാൻ പാടില്ല. അപ്പോൾ ഇവിടെ കയറുമ്പോൾ നമ്മൾക്ക് അനുഭവപ്പെടുന്ന ഈ ചൂടെന്ന് പറയുമ്പോൾ അത് നമ്മളിലുള്ള അഹങ്കാരത്തെയും മറ്റു ദുർശീലങ്ങളെയും ദുർഗുണങ്ങളെയും നമ്മളിലുള്ള ബാധകളെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ദുർഗുണങ്ങളാകുന്ന ബാധകളെ അകറ്റുന്ന എരിച്ച് ചാമ്പലാക്കുന്ന അഗ്നിയുടെ ചൂടാണത്. അങ്ങനെയുള്ള ആൾക്കാർക്ക് അത് അങ്ങനെ ഒരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യാം. പക്ഷേ അതൊരിക്കലും അത് ദോഷമായിട്ടല്ല കണക്കാക്കേണ്ടത്. അതെല്ലാം അവരിലുള്ള ആ ഒരു ദുർഗുണങ്ങളെ എരിച്ച് നശിപ്പിക്കുന്ന ആ ഒരു ചൂടാണത്. തിരുവണ്ണാമലയെ അഗ്നിലിംഗം എന്നാണ് വിളിക്കുന്നത്. പഞ്ചഭൂതങ്ങളിൽ അഗ്നിയെ പ്രതിനിധീകരിക്കുന്ന സ്ഥലമാണ് ഈ തിരുവണ്ണാമല. അതുകൊണ്ടാണ് ഇവിടെയുള്ള എല്ലാ അനുഭവങ്ങളും അത്ര ശക്തമായതും തീവ്രമാകുന്നതും. ഇവിടെ തന്നെയാണ്, എല്ലാവർക്കും അറിയാം, രമണ മഹർഷിയുടെ ആശ്രമമൊക്കെ ഇവിടെയാണ്. കേട്ടിട്ടുണ്ടാവും അല്ലേ? ഒരു സാധാരണ മനുഷ്യനായിരുന്നു അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഹൃദയം ദൈവത്തിൽ മുഴുകിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഈ മലയിൽ എത്തുകയായിരുന്നു ചെയ്തത്. അപ്പോൾ അതിൽ നിന്ന് വന്ന നിമിഷം മുതൽ ഈ മലയെ അദ്ദേഹത്തിൻ്റെ ഗുരുവായി ഏറ്റെടുക്കുകയായിരുന്നു. അദ്ദേഹം ഈ മലയെപ്പറ്റി പറഞ്ഞത്, ഈ മല ദൈവം തന്നെയാണ്, ഈ മലയുടെ നിശബ്ദതയിലൂടെ ദൈവം സംസാരിക്കുകയാണ് ചെയ്യുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം താമസിച്ചിരുന്നത്, ആ ഗുഹയുടെ പേര് വിരൂപാക്ഷ ഗുഹ എന്നായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്ന ഗുഹയുടെ പേര്. ഇവിടെ വർഷങ്ങളോളം അദ്ദേഹം മൗനത്തിലിരിക്കുകയും ആ മൗനം തന്നെയാണ് ഈ ലോകത്തെ അനവധി ആളുകളെ ഉണർത്തിയത്. അപ്പോൾ ഇവിടെ കാണുന്ന ഈ ഗുഹകളുടെയൊക്കെ ഒരുപാട് അത്ഭുതം നിറഞ്ഞതാണ് ഈ ഗുഹകളൊക്കെ. ഇതിപ്പം മലയുടെ ഏറ്റവും മുകളിലുള്ള സ്ഥലമാണ്. ഇവിടെയൊക്കെ അനവധി സിദ്ധர்கள் തപസ് ചെയ്യുകയും ധ്യാനം ചെയ്യുകയും ഒക്കെ ചെയ്ത ഒരു അത്ഭുതമായ ഒരു ഭൂമിയാണിത്. ഈ ഒരു സൈഡിൽ ഒരു ഭാഗത്തൂടെയുള്ള ഒരു വഴിയിലൂടെയാണ് മലയിൽ ദീപം വയ്ക്കാൻ വേണ്ടിയിട്ട് പോകുന്ന വഴിയൊക്കെ ഇതിൻ്റെ സൈഡിലൂടെയൊക്കെ വരും. അപ്പോൾ ഈ ഗുഹയിലൊക്കെ നമ്മളൊന്ന് കയറാൻ ഇടയായാൽ, കയറിക്കഴിഞ്ഞാൽ ഈ ശബ്ദം തന്നെ മാറും അവിടെ. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന ഈ ജലാശയം വെറും ഒരു കുളം മാത്രമല്ല. ഇതിനെ പറയുന്നത് മുലപ്പാൽ തീർത്ഥമെന്നാണ് പറയുന്നത്. ഈ മുലപ്പാൽ എന്ന പദം ഇവിടെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ദൈവിക മാതൃത്വത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് കാണപ്പെടുന്നത്. എന്താണെന്ന് വെച്ചാൽ പാരമ്പര്യമായിട്ട് പറയുന്നത് പ്രകാരം പരാശക്തിയായ പാർവതി ദേവി ശിവഭഗവാനെ അഭ്യർത്ഥിച്ച് ഇവിടെ ധ്യാനം ചെയ്ത സമയത്ത് തൻ്റെ മാതൃകൃപയുടെ സാരമായ ആ മുലപ്പാൽ പോലെ അനുഗ്രഹം ഈ ഭൂമിയിൽ ഒഴുകിയതായിട്ടാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ തീർത്ഥത്തിന് മുലപ്പാൽ തീർത്ഥം എന്ന് പേര് കിട്ടിയത്. തന്നെയുമല്ല, ഈ ജലത്തിന് ഒരു പ്രത്യേക കളറാണ്, മുലപ്പാലിൻ്റെ കളറാണ്. ഉണ്ടായിരുന്ന സിദ്ധറുകളെല്ലാം അവർ മാസങ്ങളോളം ഭക്ഷണം കഴിക്കാതെ ഈ വെള്ളം മാത്രം കുടിച്ചിട്ടാണ് അവർ ധ്യാനം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ അത്രയും വിശേഷപ്പെട്ട തീർത്ഥമാണിത്. മുലപ്പാൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ പാലല്ല, അതൊരു പവിത്രമായ ഒരു ബോധധാരയാണത്. എന്താണെന്ന് വെച്ചാൽ അമ്മയുടെ അനന്തമായ കരുണയുടെ പ്രതീകമാണ് ഈ മുലപ്പാൽ തീർത്ഥം എന്ന് പറയുന്നത്. ഇവിടെ കുളിക്കാനൊന്നും അനുവാദമില്ല.
കുടിക്കാൻ ഭക്തജനങ്ങളൊക്കെ വെള്ളം എടുത്തുകൊണ്ട് പോകും. ഇവിടെ വരുന്നവരൊക്കെ ജലം എടുത്തിട്ട് പോകും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഈ അരുണാചലേശ്വരൻ അപ്പിത്ത കുജാമ്പാളി ആയിട്ട് അങ്ങനെ ഒരു സങ്കല്പം അത് ഒന്നിക്കുന്ന സമയത്ത് അവിടെ മുലപ്പാൽ തീർത്ഥം കാണിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത്. ശക്തിയുടെ സ്നേഹമാണ്, ആ ശിവബോധത്തിലേക്ക് ഒഴുകുന്ന ആ ഒരു ശക്തിയുടെ സ്നേഹമാണ് ഇതൊരു ആത്മീയ സങ്കല്പം തന്നെയാണ് എന്ന് വേണം പറയാൻ. അപ്പോൾ ഈ തീർത്ഥത്തിൽ കുളിക്കാൻ പാടില്ല. ഈ ജലം കുടിക്കാൻ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ ഇത് ഈ ചെറിയൊരു കിണർ പോലെയൊക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇതിനകത്തൊന്നും മോട്ടറൊന്നുമില്ല ഇതിന്. അല്ലാതെ തന്നെ അതിൻ്റെ ഒരു സമ്മർദ്ദം കാരണം അതിൽ കൂടെ ജലം മുകളിലേക്ക് എടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ. അപ്പോൾ ഈ നമ്മുടെ ഈ പൂർവ്വജന്മ ആ കർമ്മങ്ങളുടെയൊക്കെ ആ മലിനതയും മനസ്സിലെ ദേഷ്യവും അഹങ്കാരവും ഒക്കെ ഈ ഒരു തീർത്ഥം കുടിക്കുന്നതോടുകൂടി നമ്മളിൽ നിന്നും നീങ്ങിപ്പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പുരാണങ്ങളിലൊക്കെ പറയുന്ന പ്രകാരം ഈ അണ്ണാമലയിൽ പാർവതി ദേവി തപസ്സിരിക്കുമ്പോൾ ശിവൻ്റെ അനന്തജ്വാലയെ അനുഭവിച്ച് ദേവി മാതാവായി മാറി ഈ ലോകത്തിനും ഭക്തർക്കും അനുഗ്രഹമായിട്ട് ഈ സ്ഥലത്ത് പവിത്ര ജലമായി പ്രത്യക്ഷപ്പെട്ടു എന്നും കൂടി ഒരു ചരിത്രമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ തീർത്ഥം നമ്മുടെ പവിത്ര മാതാവിൻ്റെ ഒരു സാന്നിധ്യ സ്ഥലം എന്ന നിലയിൽ നമ്മൾ കണക്കാക്കേണ്ടതാണ്. അപ്പോൾ എല്ലാവരും വരുമ്പോൾ ഇതിൽ നിന്നും കുറച്ച് ജലമെടുത്ത് കുടിക്കുക. അതിനൊക്കെ പെർമിഷനുണ്ട്, അതിനൊന്നും ആരും ഒന്നും പറയില്ല. കുടിക്കുക, കുറച്ച് വീട്ടിലേക്ക് എടുത്തിട്ട് കൊണ്ടുപോവുക ഒക്കെ ചെയ്യുക. അനവധി സിദ്ധർകൾ തപസ് ചെയ്യുകയും ധ്യാനം ചെയ്യുകയും ഒക്കെ ചെയ്ത ഒരു അത്ഭുതമായ ഒരു ഭൂമിയാണിത്. ഈ ഒരു സൈഡിൽ ഒരു ഭാഗത്തൂടെയുള്ള ഒരു വഴിയിലൂടെയാണ് മലയിൽ ദീപം വയ്ക്കാൻ വേണ്ടിയിട്ട് പോകുന്ന വഴിയൊക്കെ ഇതിൻ്റെ സൈഡിലൂടെയൊക്കെ വരും. അപ്പോൾ ഈ ഗുഹയിലൊക്കെ നമ്മളൊന്ന് കയറാൻ ഇടയായാൽ കയറിക്കഴിഞ്ഞാൽ ഈ ശബ്ദം തന്നെ മാറും. അവിടെ ഒരു വിധത്തിലുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു നിശബ്ദതയും ഒരു പ്രഭയുമുള്ള ഒരു വായുവാണ് ഇവിടെ നമ്മൾക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. നമ്മൾ കണ്ണടച്ച് കുറച്ച് നിമിഷം ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനുള്ളിലൂടെ ഒരു വൈബ്രേഷൻ പ്രവഹിക്കുന്ന പോലെ നമ്മൾക്ക് അനുഭവപ്പെടും. ഇത് കാരണം ഈ ഗുഹകളിലെല്ലാം ആയിരക്കണക്കിന് വർഷങ്ങളായി സിദ്ധർകൾ ധ്യാനം ചെയ്തിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അവരുടെയൊക്കെ ശ്വാസം, ചിന്ത, അവരുടെ ആത്മശക്തി എല്ലാം ഈ കല്ലുകളിൽ എല്ലാം ഇവിടെയുള്ള അന്തരീക്ഷത്തിലെ എല്ലാം കുടിയിരിക്കുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെയൊക്കെയുള്ള ഗുഹകളെല്ലാം ഒരുപാട് പ്രശസ്തമായ ഗുഹകളാണ്. വിരൂപാക്ഷ ഗുഹ എന്ന് പറയുമ്പോഴാണ് അത് രമണ മഹർഷി താമസിച്ച സ്ഥലം. അപ്പോൾ ഇവിടെ കയറുമ്പോൾ ഉള്ളിലൊരു നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ശാന്തത കിട്ടും. ഒരാൾ സംസാരിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ പോലും അവിടെ നമ്മൾക്ക് നമ്മുടെ ചിന്തകളൊക്കെ നമ്മളവിടെ ഒടുങ്ങുകയാണ്. അതേപോലെ തന്നെ ഗുഹയിൽ നമശിവാർ ഗുഹ എന്ന് പറഞ്ഞ ഗുഹ, കന്ദർ ഗുഹ, ഇതെല്ലാം പ്രശസ്തമായ ഗുഹയാണ്. ഒരു പഴയ സിദ്ധൻ ഈ നമശിവായർ ഗുഹയിൽ ധ്യാനം ചെയ്തിരുന്നു. അവിടെ ആ ഗുഹയ്ക്ക് നമ്മൾ അകത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭഗവാനോടുള്ള ആ ബന്ധം നമ്മൾക്ക് കൂടുതൽ അടുത്ത് നമ്മൾക്ക് അനുഭവപ്പെടുന്ന പോലെ നമ്മൾക്ക് തോന്നും. ഈ സിത്തൂർ ഗുഹകളെല്ലാം ഈ മലയുടെ വിവിധ ഭാഗങ്ങളിലുണ്ട്. ഇത് ഇവിടെ മാത്രമല്ല, നിറയെ ഭാഗങ്ങളിൽ ഈ സിത്തറുകളുടെ ഗുഹകളെ നമ്മൾക്ക് കാണാൻ പറ്റും. ചെറുതും വലുതും, അടച്ചിട്ടതും ചിലത് തുറന്നതും. ഇതിന് ഈ ചില സിത്തർ ഗുഹയൊക്കെ തുറക്കണമെങ്കിൽ പ്രത്യേക ടൈമിംഗ് ഉണ്ട്. ആ ടൈമിങ്ങിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്കത് കാണാൻ പറ്റുകയുള്ളൂ. അകത്ത് കയറുമ്പോൾ മൊബൈൽ എടുക്കാനോ അല്ലെങ്കിൽ വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ ഒന്നും പെർമിഷനും ഇല്ല. അപ്പോൾ ഇവിടെയെല്ലാം കയറുമ്പോൾ നമുക്കിവിടെ എല്ലാം സമയം കടന്നു പോകുന്നത് പോലും അറിയില്ല. സമയം എല്ലാം സ്റ്റോപ്പായി, കാലം അവിടെ നിന്ന് പോകുന്നത് പോലൊക്കെ നമ്മൾക്കൊരു ഫീലിംഗ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഗിരിവലം എന്ന് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലേ. ഈ ഗിരിവലം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ ഇല്ലാത്ത ഒരു കാര്യമാണ്. ഇവിടെ ഈ തമിഴ്നാട്ടിൽ ഈ മലമുകളിലുള്ള അമ്പലങ്ങളിലൊക്കെ ഗിരിവലം ചുറ്റുക എന്ന് പറയും. അത് പൗർണമി, അമാവാസി ദിവസങ്ങളിലൊക്കെ അത് ഒരുപാട് വിശേഷപ്പെട്ട കാര്യമാണ്. ആയിരക്കണക്കിന് പേരാണ് ഗിരിവലം ചെയ്യാൻ ഈ മലയെ ചുറ്റി നടക്കുന്നത്. ഇത് വെറും ഒരു ഭക്തി കൊണ്ടുള്ള നടപ്പ് മാത്രമല്ല കേട്ടോ, ഒരു ആത്മീയ ശുദ്ധീകരണമാണത്. ഓരോ ചൂടും നമ്മുടെ അഹങ്കാരത്തെയാണ് കുറയ്ക്കുന്നത്. ഓരോ ശ്വാസവും നമ്മൾക്ക്
അവർക്ക് അനുഗ്രഹമായിട്ടാണ് മാറുന്നത്. അപ്പോൾ ഇവിടെ നടക്കുമ്പോൾ ഒരാൾ ഒന്നും പ്രാർത്ഥിക്കാതെ ഇരുന്നാൽ പോലും ഈ മല തന്നെ നമ്മുടെ ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരിക്കും, ഇവിടെ വന്ന് നിൽക്കുന്നത് മതി, നീ എൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞു എന്നാണ്. നമ്മൾക്കത് ആ ഒരു ഫീലിംഗ് ഒക്കെ നമ്മൾക്ക് അനുഭവിക്കാം. ഒരു ആത്മീയ രീതി വഴിയിലുള്ള ആൾക്കാർക്കൊക്കെയാണെന്നുള്ളത് പെട്ടെന്ന് അവർക്ക് അത് വൈബ്രേറ്റ് ആകും അത്. അപ്പോൾ ഈ സിദ്ധരുടെ സാന്നിധ്യം എന്ന് പറയുമ്പോൾ ഈ തിരുവണ്ണാമലയിൽ ഇന്നും ചിലർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, രാത്രിയിൽ ചില ഗുഹകളുടെ സമീപങ്ങളൊക്കെ ഈ ചില തീഗോളങ്ങളൊക്കെ കാണാറുണ്ട്. അതൊക്കെ തെളിവുകളായിട്ട് അവർ പറയുന്നത്. അപ്പോൾ ഇതെല്ലാം സിദ്ധന്മാരുടെ സാന്നിധ്യമാണെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഈ മലയിലേക്ക് കയറി വരുമ്പോൾ നായ്കൾ, പട്ടാമ്പൂച്ചി, അതായത് ബട്ടർഫ്ലൈസ് എല്ലാം കാണുമ്പോൾ ഇതെല്ലാം സിദ്ധറുകളുടെ ഒരു 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 സാമീപ്യമാണ് നമ്മൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ അവർ ദേഹം അവർക്കിപ്പോൾ ഇല്ലെങ്കിൽ കൂടിയും അവരുടെ എല്ലാം ആത്മശക്തി ഇന്നും ഇവിടെ എല്ലാം നിറഞ്ഞു നിൽപ്പുണ്ട്. ഇവർ മനുഷ്യരെ നേരിട്ട് കാണുന്നൊന്നുമില്ല, പക്ഷേ നമ്മുടെ ആത്മാവിനെ അവർ സ്പർശിക്കും. കാരണം ആത്മശുദ്ധി ഉള്ളവർക്ക് അത് പെട്ടെന്ന് അവർക്കതിൻ്റെ ആ ഒരു അനുഭവമൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ തിരുവണ്ണാമല എന്ന് പറയുന്നത് ഒരു വെറും മലയായിട്ടല്ല നമ്മൾ കണക്കാക്കേണ്ടത്. ജീവിച്ചിരിക്കുന്ന ദൈവം തന്നെയാണ് ഈ മല. അതേപോലെ തന്നെ ഈ മലയുടെ പ്രത്യേകത, നമ്മൾ ഇവിടെ വന്നില്ലെങ്കിൽ പോലും കുഴപ്പമില്ല, നമ്മൾ ഇരിക്കുന്ന ഇരിടത്തിലിരുന്ന് അരുണാചലേശ്വര എന്ന് വിളിച്ചാൽ നമ്മുടെ മനസ്സുകൊണ്ട് ഭഗവാനെ ഒന്ന് സ്മരിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് അവിടെ ദർശനം കൊടുക്കുന്ന, നമുക്ക് പുണ്യം കിട്ടുന്ന ഒരു അമ്പലമാണ് ഈ തിരുവണ്ണാമല മലയെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഗുഹകളെല്ലാം ഭഗവാന്റെ ശ്വാസം നിറഞ്ഞ പുണ്യസ്ഥാനങ്ങളാണ് ഈ മല നിറയെ. അപ്പോൾ ഇവിടെ ഒരു ദിവസം ചെലവിടാൻ പറ്റിയാൽ മനസ്സിൽ എന്തെല്ലാമാണ് നമ്മൾക്ക് സംഭവിക്കുന്നത്. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു പാറ മലയായിട്ട് നമുക്ക് തോന്നും, പക്ഷേ ഉള്ളിൽ നോക്കുമ്പോൾ അത് ഭഗവാന്റെ ഹൃദയം തന്നെയാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും പറ്റുമെങ്കിൽ തിരുവണ്ണാമലയെ ഒന്ന് ദർശിച്ചിട്ട് പോവുക. ഇവിടെ സിദ്ധറുകളുടെ ആ ഒരു വൈബ്രേഷൻ അപാരമാണ്. അതെല്ലാം അനുഭവിക്കാൻ എല്ലാവർക്കും ഇടയാകട്ടെ. എല്ലാവരും വന്ന് കാണുക. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിലേക്ക് കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.